സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഒരു കടയിൽ പോയി ഒരു ചായ വാങ്ങുന്നു. 10 രൂപയാണെങ്കിൽ 10 രൂപ തന്നെ UPI വഴി കൊടുക്കുന്നു. 1 രൂപ അധികം കൊടുക്കേണ്ടതില്ല. ഒരു ചെറിയ കടക്കാരൻ പോലും QR കോഡ് വെച്ച് പണം സ്വീകരിക്കുന്നു. പണം കയ്യിൽ കരുതേണ്ടതില്ല, ബാങ്കിൽ പോയി നിൽക്കേണ്ടതില്ല. ഇതാണ് ഇന്ത്യയുടെ UPI വിപ്ലവം. പക്ഷേ ഇപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ്. നാളെ UPI വഴി പണം കൊടുക്കുമ്പോൾ ഇതിന് ചാർജ് വരുമോ? കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന പുതിയ നിയമ ഭേദഗതിയാണ് ഈ ചോദ്യം ഉയർത്തുന്നത്. നിയമത്തിൽ എന്താണ് മാറ്റം? ഓഗസ്റ്റ് 4-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോകസഭയിൽ ഒരു നിയമ ഭേദഗതി അവതരിപ്പിച്ചു. 2007-ലെ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആക്ടിലെ സെക്ഷൻ 10A ആണ് ഭേദഗതി ചെയ്യുന്നത്. ഇപ്പോൾ UPI പോലുള്ള നിർദ്ദിഷ്ട ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങളിൽ ഉപഭോക്താക്കളിൽ നിന്നോ വ്യാപാരികളിൽ നിന്നോ നേരിട്ടോ പരോക്ഷമായോ ചാർജ് ഈടാക്കാൻ നിയമപരമായ നിയന്ത്രണമുണ്ട്. പുതിയവിൽ നേരിട്ട് UPIക്ക് MDR എന്ന ചാർജ് ഏർപ്പെടുത്തുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് തന്നെ UPI ചാർജ് വരുന്നു എന്നല്ല, പക്ഷെ ഭാവിയിൽ ഏതൊക്കെ ഡിജിറ്റൽ ഇടപാടുകൾ സൗജന്യമായി തുടരണം എന്ന് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാനുള്ള അധികാരം നൽകുകയാണ്. അതിനർത്ഥം UPIയുടെ ഇപ്പോഴത്തെ 0 MDR സംവിധാനത്തിൽ മാറ്റം വരുത്താനുള്ള വാതിൽ തുറക്കുകയാണ്. എത്ര ചാർജ് വരാം? ഇപ്പോൾ 2 മാതൃകകളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ മാതൃകയിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള വ്യാപാരി ഇടപാടുകൾക്ക് 0.25 മുതൽ 0.5% വരെ MDR ചാർജ് ഈടാക്കാം. ചെറിയ ഇടപാടുകളും വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കുള്ള പണമിടപാടുകളും സൗജന്യമായി തുടരാം. മറ്റൊരു മാതൃകയിൽ വർഷത്തിൽ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവുള്ള വലിയ വ്യാപാരികളിൽ നിന്ന് മാത്രം ചാർജ് ഈടാക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ചാർജ് വ്യാപാരിക്ക് നൽകുന്നു എന്ന് പറഞ്ഞാലും ആ പണം ഒടുവിൽ ഉപഭോക്താവിൻ്റെ മേൽ വരാൻ സാധ്യതയുണ്ട്. വ്യാപാരി സാധനത്തിൻ്റെ വില കൂട്ടാം, കൺവീനിയൻസ് ചാർജ് ഈടാക്കാം, അല്ലെങ്കിൽ ഉപഭോക്താവിനോട് പണം കൊടുക്കാൻ പറയാം. അതുകൊണ്ട് UPI ചാർജിൻ്റെ വിഷയം വ്യാപാരിയുടെ മാത്രം പ്രശ്നമല്ല, അത് സാധാരണ ഉപഭോക്താവിൻ്റെ പ്രശ്നം കൂടിയാണ്. UPI ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണ്? UPI ഇന്ന് ഒരു മൊബൈൽ പേയ്മെൻറ്റ് ആപ്പ് മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഭാഗമാണ്. 2026 ജൂലൈയിൽ മാത്രം UPI വഴി ഏകദേശം 23.6 ബില്യൺ ഇടപാടുകൾ നടന്നു. അവയുടെ മൊത്തം മൂല്യം ഏകദേശം 29.9 ട്രില്യൺ രൂപ. ഇത് ചെറിയ കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെൻറ്റ് സംവിധാനങ്ങളിലൊന്നായി UPI മാറിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണം? സൗജന്യം. ചെറിയ കടക്കാരന് ഉപയോഗിക്കാം, തെരുവോര കച്ചവടക്കാരന് ഉപയോഗിക്കാം, ഓട്ടോ ഡ്രൈവർക്ക് ഉപയോഗിക്കാം, വലിയ ഷോപ്പിംഗ് മാളിന് ഉപയോഗിക്കാം. ഉപഭോക്താവിനും എളുപ്പം, വ്യാപാരിക്കും എളുപ്പം. UPI നടത്താൻ ചിലവില്ലേ? തീർച്ചയായും ചിലവുണ്ട്. സൈബർ സുരക്ഷ വേണം, തട്ടിപ്പ് തടയണം, വലിയ സെർവറുകൾ വേണം, സാങ്കേതിക സംവിധാനങ്ങൾ വികസിപ്പിക്കണം, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വേണം, ഇടപാടുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കണം. അതിനാൽ UPIക്ക് ദീർഘകാല സാമ്പത്തിക മാതൃക വേണമെന്ന വാദത്തിൽ തെറ്റില്ല. പക്ഷെ ചോദ്യം ഇതാണ്: UPI നിലനിർത്താൻ പണം വേണമെങ്കിൽ അതിൻ്റെ മുഴുവൻ ഭാരം സാധാരണക്കാരൻ്റെയും ചെറുകിട വ്യാപാരിയുടെയും മേൽ ഇടണമോ? അതുമാത്രമല്ലല്ലോ പരിഹാരം. സർക്കാർ ബഡ്ജറ്റിൽ നിന്ന് സഹായിക്കാം, വലിയ വാണിജ്യ ഇടപാടുകളിൽ മാത്രം ഫീസ് ഈടാക്കാം, വലിയ സാമ്പത്തിക സേവനങ്ങളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കാം, വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ സംഭാവന വാങ്ങാം. അതായത് UPIയുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കണം. പക്ഷേ അതിൻ്റെ ഭാരം എല്ലാവരുടെയും മേൽ തുല്യമായി ഇടേണ്ടതില്ല. ഇനി വരുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിൻ്റെ വിഷയം. ഇതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് പുറത്തുവിട്ട 2026 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ UPI, RuPay എന്നിവയെ വിമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? UPIയും RuPayയും ഇന്ത്യയിലെ ആഭ്യന്തര പേയ്മെൻറ്റ് സംവിധാനങ്ങൾക്ക് വലിയ നേട്ടം നൽകുന്നു എന്നാണ് അമേരിക്കൻ വാദം. അതേസമയം വിസ, മാസ്റ്റർ കാർഡ് പോലുള്ള അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിലെ കാർഡ് പേയ്മെൻറ്റ് വിപണിയിൽ നിന്ന് ലഭിക്കാവുന്ന ഫീസ് വരുമാനം കുറയുന്നു. കാരണം വളരെ ലളിതമാണ്. ഒരു ഉപഭോക്താവ് കാർഡിന് പകരം UPI ഉപയോഗിക്കുമ്പോൾ കാർഡ് നെറ്റ്വർക്കിന് ലഭിക്കാവുന്ന ഒരു ഇടപാട് വരുമാനം ഇല്ലാതാകുന്നു. UPI വളരും തോറും വിസ, മാസ്റ്റർ കാർഡ് എന്നിവയ്ക്ക് ലഭിക്കാവുന്ന ചില വരുമാന അവസരങ്ങൾ കുറയുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു വലിയ സാമ്പത്തിക താല്പര്യങ്ങളുടെ പ്രശ്നമുണ്ട്. ബ്രസീലിൽ പിക്സ് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇവിടെ ബ്രസീലിൻ്റെ അനുഭവം ശ്രദ്ധിക്കണം. ബ്രസീലിനും പിക്സ് എന്ന സ്വന്തം ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമുണ്ട്. അത് വളരെ വിജയകരമാണ്. അമേരിക്ക പിക്സിനെ കുറിച്ച് വിമർശനം ഉന്നയിച്ചു. പക്ഷേ ബ്രസീൽ പറഞ്ഞു, ഞങ്ങളുടെ പേയ്മെൻറ്റ് സംവിധാനം ഞങ്ങൾ മാറ്റില്ല. വ്യക്തികൾക്കുള്ള ഇടപാടുകൾ സൗജന്യമായി തുടരട്ടെ, വ്യാപാരികൾക്ക് കുറഞ്ഞ ചെലവിൽ സേവനം ലഭിക്കട്ടെ, രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനമായി പിക്സ് തുടരട്ടെ. ബ്രസീൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. ഇന്ത്യയിൽ മറ്റൊരു പ്രശ്നം, UPI ആപ്പുകളുടെ വിപണി നോക്കൂ. ഗൂഗിൾ പേയും വാൾമാർട്ട് ഉടമസ്ഥതയിലുള്ള ഫോൺ പേയും ചേർന്ന്
UPI ഇടപാടുകളുടെ 80%-ലധികം കൈകാര്യം ചെയ്യുന്നു. ഇത് വളരെ വലിയ കോൺസെൻട്രേഷനാണ്. അതിനാലാണ് NPCA ഓരോ UPI പേയ്മെൻറ്റ് ആപ്പിനും പരമാവധി 30% ഇടപാട് വിഹിതം എന്ന പരിധി കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇത് എന്തിനാണ്? ഗൂഗിൾ പേയെ മാത്രം ലക്ഷ്യമിടാനല്ല, ഫോൺ പേയെ മാത്രം ലക്ഷ്യമിടാനുമല്ല. ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പേയ്മെൻറ്റ് സംവിധാനത്തിൽ 2-3 കമ്പനികൾ മാത്രം അമിതമായി ശക്തിപ്പെടാതിരിക്കാനാണ്. ഒരു വലിയ ആപ്പ് സാങ്കേതിക കാരണത്താൽ ഒരു ദിവസം പ്രവർത്തിക്കാതെ വന്നാൽ എന്താകും? കോടിക്കണക്കിന് ഇടപാടുകൾ തടസ്സപ്പെടാം. അതിനാൽ കോമ്പറ്റീഷൻ എന്നത് സാമ്പത്തിക വിഷയം മാത്രമല്ല, ഇത് സിസ്റ്റം സെക്യൂരിറ്റിയുടെ വിഷയമാണ്. പേയ്മെൻറ്റ് ഡാറ്റ ഇന്ത്യയിൽ തന്നെ വേണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പേയ്മെൻറ്റ് ഡാറ്റയാണ്. നമ്മുടെ ബാങ്കിങ് വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആരാണ് പണം അയച്ചത്, ആർക്കാണ് അയച്ചത്, എത്ര തുക, എവിടെയാണ് ഇടപാട് നടന്നത്, ഇവയെല്ലാം വളരെ സെൻസിറ്റീവായ വിവരങ്ങളാണ്. അതുകൊണ്ട് പേയ്മെൻറ്റ് ഡാറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കണമെന്ന നയം ഇന്ത്യ തുടരേണ്ടതുണ്ട്. ഇത് അമേരിക്കൻ കമ്പനികളെ തടയാനുള്ള നയം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ സാമ്പത്തികവും ഡിജിറ്റലുമായ സുരക്ഷയുടെ ഭാഗമാണ്. രൂപയെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട് തെറ്റല്ല? ഇന്ത്യക്ക് സ്വന്തം കാർഡ് നെറ്റ്വർക്കുണ്ട്. രൂപേ, വിസ, മാസ്റ്റർ കാർഡ് പോലുള്ള വിദേശ കമ്പനികളുമായി മത്സരിക്കാൻ ഒരു ഇന്ത്യൻ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ശക്തിപ്പെടുന്നത് തെറ്റല്ല. ലോകത്തിലെ പല രാജ്യങ്ങളും സ്വന്തം സാമ്പത്തിക സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. അമേരിക്ക പോലും സ്വന്തം കമ്പനികളെ സംരക്ഷിക്കുന്ന നയങ്ങൾ തുടരുന്നു. അപ്പോൾ ഇന്ത്യ സ്വന്തം പേയ്മെൻറ്റ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നത് എന്തുകൊണ്ട് തെറ്റാകണം? ഇന്ത്യയുടെ സാമ്പത്തിക സ്വയംഭരണത്തിനായി രൂപേ പോലുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടണം. പക്ഷേ UPIക്ക് ചാർജ് ഏർപ്പെടുത്തണമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അമേരിക്കൻ കമ്പനികളുടെ ലാഭം സംരക്ഷിക്കാനായി മാത്രം UPIയിൽ MDR ഏർപ്പെടുത്തരുത്. UPI നടത്താൻ യഥാർത്ഥത്തിൽ എത്ര ചെലവാകുന്നു? ആ ചെലവ് എങ്ങനെ കണ്ടെത്താം? വലിയ വ്യാപാരികളിൽ നിന്ന് മാത്രം ഫീസ് ഈടാക്കണമോ? സർക്കാർ സബ്സിഡി നൽകണമോ? മറ്റ് സാമ്പത്തിക സേവനങ്ങളിൽ നിന്ന് ക്രോസ് സബ്സിഡി നൽകണമോ? ഇതൊക്കെയാണ് ഇന്ത്യ സ്വതന്ത്രമായി തീരുമാനിക്കേണ്ടത്. അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങരുത്. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായ ഒരു നിലപാടെടുക്കണം. UPI ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതുസമ്പത്താണ്. അത് ഏതെങ്കിലും വിദേശ കമ്പനികളുടെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാറ്റാൻ പാടില്ല. അതേസമയം UPI സാമ്പത്തികമായി നിലനിൽക്കണം. അതിനായി ആവശ്യമായ പരിഷ്കാരങ്ങൾ ഇന്ത്യക്ക് ചെയ്യാം. പക്ഷേ തീരുമാനം ഇന്ത്യയുടേതായിരിക്കണം, വാഷിങ്ടൻ്റേതല്ല. ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും സ്വന്തം ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ ഇതിനകം അത് വിജയകരമായി ചെയ്തു. UPI ഇന്ന് ഇന്ത്യയുടെ അഭിമാനമാണ്. അതിനെ സംരക്ഷിക്കണം, മത്സരം ഉറപ്പാക്കണം. ഡാറ്റ ലോക്കലൈസേഷൻ തുടരേണ്ടതാണ്. രൂപേ ശക്തിപ്പെടണം. വലിയ കമ്പനികളുടെ അമിതാധിപത്യം നിയന്ത്രിക്കണം. അതോടൊപ്പം UPIയുടെ സാമ്പത്തിക സുസ്ഥിരതയും ഉറപ്പാക്കണം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഇന്ത്യയുടെ ഡിജിറ്റൽ നയം തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യൻ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വിസയുടെയും മാസ്റ്റർ കാർഡിൻ്റെയും ലാഭം സംരക്ഷിക്കാനല്ല UPI നിർമ്മിച്ചത്. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ജീവിതം എളുപ്പമാക്കാനാണ്. UPI വേണം, പക്ഷേ വിദേശ സമ്മർദ്ദത്തിന് വഴങ്ങിയ UPI വേണ്ട. ചാർജ് വേണമെങ്കിൽ അത് ഇന്ത്യയുടെ ആവശ്യത്തിനായി മാത്രം. നമ്മുടെ ഡിജിറ്റൽ സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വയംഭരണവും സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. UPI ഇന്ത്യയുടേതാണ്. അതിൻ്റെ ഭാവിയും തീരുമാനിക്കേണ്ടത് ഇന്ത്യ തന്നെയാണ്.